നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PFA ടീം ഓഫ് ദി ഇയർ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സൂപ്പർ താരങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു. മോസലയുണ്ട്, ക്രിസ് വുഡ് ഉണ്ട്, അലക്സാണ്ടർ ഐസക് ഉണ്ട്, അലക്സിസ് മാക്കലിസ്റ്റർ ഉണ്ട്, റയാൻ ഗ്രാവൻബേച്ച് ഉണ്ട്. അങ്ങനെ മികച്ച ഒരു 11ആണിത്. ഇതിലിപ്പോൾ അലക്സാണ്ടർ ഐസക്കിൻ്റെ കാര്യത്തിലാണ് സങ്കടം. അദ്ദേഹം ഈ തവണ ക്ലബ്ബുമായി തുടക്കി നിൽപ്പാണ്. ഈ PFA അവാർഡ്സിന് പിന്നാലെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അത് വിവാദമായിട്ടുണ്ട്. അതിന് ന്യൂ കാസിൽ മറുപടിയും കൊടുത്തു. അങ്ങനെ അവിടെ ഒരു വടംവലി നടക്കുന്നു. ഏതായാലും PFA ടീം ഓഫ് ദി ഇയർ 2024-25 നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായിട്ട് മാറ്റ് സെൽസ് ആണ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മാറ്റ് സെൽസ് ആണ്. പിന്നെ ഡിഫൻഡർമാരായിട്ട് ആഴ്സണലിൻ്റെ വില്യം സാലിബെ, ലിവർപൂളിൻ്റെ വെർജിൽ വാൻ ഡൈക്ക്, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മഗല്ലസ്, ബേൺമൗത്തിൻ്റെ മിലോസ് കെർക്കേസ്. സോ ഇതൊക്കെ കഴിഞ്ഞ സീസണിലെ കാര്യമാണ്. അപ്പോൾ ക്ലബ്ബുകളൊക്കെ ആ തരത്തിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. ദെൻ ലിവർപൂളിൻ്റെ റയാൻ ഗ്രാവൻബേച്ചും അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ ഡെക്ലാൻ റൈസും ലിവർപൂളിൻ്റെ അലക്സിസ് മാക്കലിസ്റ്ററുമാണ് മധ്യനിരയിലുള്ളത്. മുന്നേറ്റ നിരയിൽ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ അലക്സാണ്ടർ ഐസക്കും പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ക്രിസ് വുഡും ലിവർപൂളിൻ്റെ മുഹമ്മദ് സലായുമുണ്ട്. ഇതാണ് ആ ഒരു ടീം ഓഫ് ദി ഇയർ. അതേസമയം പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം, PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നിങ്ങൾക്കറിയാവുന്ന പോലെ മോ സലയ്ക്കാണ്. അത് റെക്കോർഡാണ്, റെക്കോർഡ് ബ്രേക്കിംഗ്. തേർഡ് ടൈം, 3-ാം തവണ അത് അദ്ദേഹം സ്വന്തമാക്കുന്നു. അത് ഹിസ്റ്ററിയാണ്, പുതിയ ചരിത്രമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മോർഗൻ റോജേഴ്സ് ആണ് PFA യങ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.